വളരെ അനുഗ്രഹീതമായ പകൽ സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിലെ ഒരു പകൽക്കാലം കൂടി അനുഗ്രഹീതമായ ഒരു ആരാധനയായി കൂടി വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സന്തോഷത്തോടെ കർത്താവിന്റെ പാദങ്ങളിൽ ഒരു ആരാധന കൂടി കൂടുവാൻ നമ്മുടെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കി നൽകിയ കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചില ദിനങ്ങൾ വേറിട്ടിരുന്ന ഉപവാസത്തോടെ പ്രാർത്ഥനയോടൊക്കെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പുതുതായി വന്ന സഹോദരങ്ങളെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇതിന് ശേഷം സാക്ഷ്യത്തിന് മുൻപ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊള്ളാം. അല്പനിമിഷം ദൈവവചനത്തിന് മുൻപിൽ നമ്മളായിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ശബ്ദമുയർത്തി ആരെങ്കിലും വായിച്ച നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെ പുകഴ്ത്തുന്നു. വളരെ ചിന്തനീയമായ ഒരു ആത്മീയ ചിന്തയാണ് ദിവസങ്ങളിൽ പഠിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ദൈവം നമുക്ക് അവസരം നൽകും. യേശുവെ പോലെയാകുക, കർത്താവിന്റെ അനുകാരികളായി തീരുക. അതെത്ര മാതൃകാപരമാണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ പോലാകുന്ന ഒരു പ്രക്രിയ അത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രക്രിയയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്: നാം ഇന്നതാകുമെന്ന് നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ആ കർത്താവിന്റെ പ്രത്യക്ഷത നമ്മിൽ വെളിപ്പെടുമ്പോൾ നാം അവനെ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനെ പോലെയായി കർത്താവിനെ പോലെയാകുക. അത് വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. കർത്താവിനെ പോലെയാകുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തെന്ന് പഠിക്കുവാൻ ദൈവ ദിവസങ്ങളിൽ നമുക്ക് അവസരം നൽകും. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു പ്രത്യേകതയാണ് കർത്താവിന്റെ സൗമ്യത എന്ന് പറയുന്നത്. കർത്താവിന്റെ താഴ്മ നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. 3 കർത്താവിന്റെ സ്നേഹം. ഈ 3 ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവം അവസരം നൽകിയത്. കർത്താവ് സ്തോത്രം സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനായിരുന്നു. നമ്മുടെ കർത്താവ് സ്നേഹമായിരുന്നു. 4ാമത്തെ ചിന്ത, നമ്മുടെ കർത്താവ് വെളിച്ചമായിരുന്നു. നമ്മുടെ കർത്താവ് എന്തായിരുന്നു? വെളിച്ചമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കുന്നത്? ജോൺ ചാപ്റ്റർ 8 verses 12. പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. I am the light of the world. വെളിച്ചം എന്താണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മറുപടി എന്തായിരിക്കും? എന്താണ് വെളിച്ചം? How do you define light? വെളിച്ചത്തെ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കുന്നത്? ഇങ്ങനെ നിർവചിക്കാം: It is the absence of darkness. ഇരുളിനെ മറയ്ക്കുന്ന, അതിജീവിക്കുന്നതാണ് വെളിച്ചം എന്ന് പറയുന്നത്. കൂടുണ്ടോ? ഇരുളിനെ പ്രകാശമാക്കി തീർക്കുന്നതാണ് എന്ത്? വെളിച്ചം. കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായി സുവിശേഷത്തിൽ ഒരു പദമുണ്ട്: ഞാൻ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? വെളിച്ചം എന്നൊരു പദത്തെ കുറിച്ചാണ് ഇന്ന് പകൽ ഒരു അല്പ നിമിഷങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകും. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആരാകണം? ലോകത്തിന്റെ വെളിച്ചമാകണം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ഇതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ആമേൻ.
ഈ വെളിച്ചത്തെ കർത്താവ് വിശദീകരിക്കുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഇവിടെ കർത്താവ് പറയുക, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. എങ്ങനെയാ വെളിച്ചമാകുന്നത്? ഒരു വെളിച്ചമാകുന്ന വ്യക്തി ഒരിക്കലും മറഞ്ഞിരിക്കാൻ പാടില്ല. ഒരു വിളക്ക് കത്തണമെങ്കിൽ അതിനകത്ത് എന്തുണ്ടാകണം? എണ്ണയുണ്ടാകണം. പഴയ കാഴ്ചപ്പാടില്ല കർത്താവ് ഇത് പറയുന്നത്. അകത്ത് എന്തുണ്ടാകണം? നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ. സ്തോത്രം. നമ്മൾ എപ്പോഴും വായിച്ചു പോകുന്ന ഒരു വേദഭാഗമാ 10 കന്യകമാരുടെ ഉപമ, ഇല്ലേ? എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ 10 കന്യകമാരും ആരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുക? മണവാളന്റെ വരവിന് വേണ്ടി. നമ്മുടെ അകത്തെല്ലാം ചലിക്കുന്ന ഒരു പ്രത്യാശയാണ് കാന്തനായ മണവാളന്റെ വരവ്. പക്ഷേ പ്രതീക്ഷിച്ച സമയത്തല്ല ആര് വന്നത്. അതാ പ്രശ്നം. ഈ കാത്തിരിപ്പിന്റെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, എണ്ണ നഷ്ടപ്പെട്ടു പോകാൻ, കുറഞ്ഞു പോകാൻ. 10 പേരും കാത്തിരിക്കുക മണവാളന്റെ വരവിന്. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് മണവാളൻ. 5 പേര് എണ്ണ കരുതി, 5 പേര് എന്ത് ചെയ്തില്ല? കർത്താവോടെ പറയുന്ന ഒരു ഉപമ, കർത്താവിന്റെ വരവിന് വേണ്ടി, മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരുക്കമുള്ളവരായിരിക്കണം. എങ്ങനെ ഒരുങ്ങുന്നത്? പ്രാപിച്ച് വെളിച്ചമായി എന്ത് ചെയ്യണം? വെളിച്ചം കത്തണമെങ്കിൽ അകത്ത് എന്തുണ്ടാകണം? അങ്ങനെയെങ്കിൽ സിമ്പിൾ ആയ ഒരു ചോദ്യം, ശക്തമായ ആരാധന വെളിപ്പെടണമെങ്കിൽ അകത്ത് എന്ത് വേണം? മുഖത്തൊരു തേജസ് വെളിപ്പെടണമെങ്കിൽ അകത്ത് എന്ത് വേണം? കത്തിയാത്തെ എന്ന് സ്റ്റേജിൽ നിന്ന് വർഷിപ്പ് ടീം പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? പാസ് പറഞ്ഞ എന്ത് ചെയ്യത്തില്ല? അകത്ത് എന്ത് വേണം? അകത്ത് എന്ത് വേണം? എണ്ണ വേണം. സ്തോത്രം. ഈ എണ്ണ പരിശുദ്ധാത്മാവിന് നിഴലാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കണതാണ്. ഇത് വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. സ്തോത്രം. ഇത് ദൈവസന്നിധിയിൽ നിന്ന് വില കൊടുത്ത് ദൈവമക്കൾ പ്രാപിക്കേണ്ടതാണ് എണ്ണ എന്ന് പറയുന്നത്. ഈ എണ്ണ അകത്ത് പ്രാപിച്ചാലേ നമ്മൾ വെളിച്ചമായി തീരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, അകത്ത് എണ്ണയില്ലെങ്കിൽ വെളിച്ചം വ്യാപരിക്കേണ്ടിടത്ത് എന്ത് വ്യാപരിക്കും? ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച് നിർത്തിയത്, സ്നേഹം വെളിപ്പെടുന്നിടത്ത് മറ്റു പലതും. സ്തോത്രം. ഇരുട്ട് വ്യാപരിച്ചാൽ എന്ത് പറ്റും? അതുകൂടെ നമുക്ക് ചിന്തിക്കാം. റോമാലേഖനം എടുത്തേ, 13-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, താഴെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചു. രാത്രി കഴിവാറായി, അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകളെല്ലാം വളരെ ശ്രദ്ധ. രാത്രി കഴിവാറായി, പകൽ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിരിക്കും. അടുത്ത വാക്ക്, നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ എന്ത് ചെയ്യണം? ഇരുട്ടിന്റെ പ്രവൃത്തി, the works of darkness. ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് പൗലോസ് അവിടെ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ന്യൂനതകളെയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? അവിടെ വെളിപ്പെടുത്തുന്നത്. വെളിച്ചം നഷ്ടപ്പെട്ടാൽ വ്യാപരിക്കുന്നത് എന്തായിരിക്കും? ഇരുട്ടാണ്. ഇരുട്ടിന് ഒരു പ്രവൃത്തിയുണ്ട്. ഇരുട്ടിന് എന്തുണ്ട്? പ്രവൃത്തിയുണ്ട്. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യും? വ്യാപരിക്കും. എന്താ ഇരുട്ടിന്റെ പ്രവൃത്തികൾ? അത് ജഡത്തിന്റെ പ്രവൃത്തികളാണ്.
എടുത്ത് വ്യാഖ്യാനിക്കാൻ സമയമില്ല. ഇരുട്ടിന്റെ പ്രവർത്തികൾ എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ജഡത്തിന്റെ പ്രവർത്തികൾ. വെളിച്ചം ഒരാളുടെ അകത്ത് നഷ്ടപ്പെട്ടാൽ, അകത്ത് എണ്ണയില്ലാതിരുന്നാൽ പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും? ചില നാളുകൾക്ക് മുമ്പ് ഒരാളെ പരിചയപ്പെട്ടു, സംസാരിച്ചു വന്നപ്പോ സത്യസന്ധമായിട്ടുള്ള ക്ലാസ്, ഞാൻ ഈ ചിരിച്ചും മുഖത്തൊരു പ്രസന്നതയോടൊക്കെ ഇരിക്കുമെങ്കിലും ഇടയ്ക്ക് എന്റെ അകത്തുള്ള ഫ്രോഡ് പരിപാടി എല്ലാം പുറത്തേക്ക് വരുന്നു, ഞാൻ പോലും അറിയാതെ. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ മുഖത്ത് ചിരിച്ച് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പലതും കാണിക്കുമെങ്കിലും ഇടയ്ക്ക് എന്റെ അകത്തുള്ളത് എന്ത് ചെയ്യും? കൂടെ ഉണ്ടോ? നമുക്ക് മേക്കപ്പ് ചെയ്ത് പലതും മറയ്ക്കാം, ചിരിച്ചൊക്കെ പലതും മറയ്ക്കാം, പക്ഷെ ഇരുട്ടിന്റെ പ്രവർത്തികൾ അകത്തുണ്ട്. ഇത് ജഡത്തിന്റെ പ്രവർത്തി. ജഡം ഉയരുമ്പോഴാണ് ഇരുട്ടിന്റെ പ്രവർത്തികൾ നമ്മളോട് എന്ത് ചെയ്യുന്നത്? അത് പിശാചിന്റെ പ്രവർത്തികളാണ്. അതിനകത്ത് അസൂയയുണ്ട്, കുശുമ്പുണ്ട്, പകയുണ്ട്, പിണക്കമുണ്ട്, വ്യാജഭാവമുണ്ട്, ക്രൂരതയുണ്ട്, വൈരാഗ്യമുണ്ട്, സ്വതന്ത്രം, വെറുപ്പുണ്ട്. ഇതെല്ലാം ഇരുട്ടിന്റെ പ്രവർത്തികളാണ്. സ്വതന്ത്രം. ഇത് എപ്പോഴാ പുറത്തേക്ക് വരുന്നതെന്ന് അറിയാമോ? അകത്തുള്ള വെളിച്ചം കെടുന്നു. വെളിച്ചം ഉള്ളിടത്തോളം ഇതെന്ത് ചെയ്യത്തില്ല. കാരണം ഈ വെളിച്ചം അതിനെ മറച്ചിരിക്കുക. സൂര്യൻ ഉള്ളിടത്തോളം എന്ത് വരത്തില്ല? ഇരുട്ട് വരത്തില്ല. പക്ഷെ സൂര്യൻ മറഞ്ഞു കഴിയുമ്പോ എന്തുണ്ടാകും? പൗലോസ് പറയുക, ഇരുട്ടിന്റെ പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം? വെച്ച് കളയണം. You should remove it from you. നിങ്ങളിൽ നിന്ന് അതിനെ പറിച്ചു കളയണം. വെച്ച് കളയണം എന്നൊരു പദമാണ്. പറിച്ചു കളയണമെങ്കിൽ ശരിക്കും വെളിച്ചം അകത്തേക്ക്. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ച്. എന്നിട്ട് പൗലോസ് പറയാണ്, ആ വാക്യം ഒന്നും കൂടെ വായിച്ച്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. വെളിച്ചത്തിന്റെ ആയുധവർഗം എന്ത് ചെയ്യണം? സ്തോത്രം. വെളിച്ചത്തിന്റെ ആയുധവർഗം എന്ത് ചെയ്യണം? ഈ ഗത്സമനയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു. പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇവർ പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷെ പ്രാർത്ഥനയുടെ എവിടെയോ ഒരു മയക്കം അവരുടെ അകത്ത് എന്ത് ചെയ്തു? നിങ്ങൾ ശ്രദ്ധിച്ചേ, പലതവണ കർത്താവ് വാൺ ചെയ്തു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന്. പക്ഷേ ഒരു മയക്കം, ഒരുറക്കം. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ കർത്താവിനെ പിടിക്കാൻ കുറെ ചേവകർ വന്നപ്പോ ഒരു പകുതി മയക്കത്തില പത്രോസ് എന്ത് ചെയ്തത്? ഉണർന്നു. ഈ മയക്കം വന്നാണോ കുഴപ്പം? പിന്നെ ആത്മാവിലല്ല പ്രതികരിക്കുന്നത്, ഉറയിലുള്ള വാളൂരി. എന്റെ കൂടെ ഉണ്ടോ? പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് എന്തുണ്ട്? ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഉറയിൽ എന്തുണ്ട്? പക്ഷെ ഇത്രയും നാളത് പുറത്തു വരാഞ്ഞത് കൃപയിൽ ശുശ്രൂഷയൊക്കെ ഇങ്ങനെ ബലപ്പെട്ട മുന്നോട്ട് പോകുമ്പോ ഇതെന്ത് ചെയ്യുന്നില്ല. എപ്പ ക്ഷീണിക്കുന്നോ അപ്പ വാളെന്ത് ചെയ്യും? ഫസ്റ്റ് പോപ്പം എന്നൊക്കെയാ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചീഫ് പാസ്റ്റർ എന്നൊക്കെയാ നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ ഈ വെളിച്ചം അകത്തുനിന്ന് പോയ, മയക്കമകത്ത് കയറിയ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചിലത് പുറത്തേക്ക്. ചിലപ്പോ നമ്മൾ അല്ലാതാകത്തില്ലേ? തോന്നിയിട്ടുണ്ടോ? നമ്മുടെ സ്വഭാവത്തിന്റെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നിയിട്ടുണ്ടോ? വാക്കിന്റെ മേലുള്ള ഗ്രിപ്പ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്ത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്? വെളിച്ചമാണ് നമ്മളിൽ നിന്ന്. ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, കർത്താവേ ആ വെളിച്ചം എന്റെ അകത്ത് ഒന്ന് വീശത്തക്ക നിലയിൽ, ആ അഭിഷേകത്തിന്റെ ഫലം എന്റെ അകത്തൊന്ന് വ്യാപരിക്കത്തക്ക നിലയിൽ, ഒരു ജഡത്തിന്റെ പ്രവർത്തികളെയും എന്റെ ജീവിതത്തിൽ ജയിക്കാൻ ഇടവരാതെ അതിനെ അതിന്റെ യാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളയാനുള്ള കൃപ എനിക്ക് തരണമെന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? ഫിലിപ്പി ലേഖനം 2
അധ്യായം, ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. 14-15 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിത്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിന്റെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. പൗലോസ് ഇവിടെ വ്യാഖ്യാനിക്കുക, നിങ്ങൾ അവരുടെ ഇടയിൽ എന്ത് പ്രമാണിക്കണം? ജീവന്റെ വചനം. ആ വാക്ക് ശ്രദ്ധിച്ചോ? അപ്പം അകത്ത് വചനം ഉണ്ടെങ്കിൽ അതെന്തായി മാറും? ജീവനായി മാറും. ഈ ജീവൻ അകത്ത് കയറുമ്പോ നിങ്ങൾ ജ്യോതിസുകളെ പോലെ. എന്താ ജ്യോതിസുകളെ പോലെ? ലൈക്ക് സ്റ്റാർസ് എന്നാ. ജ്യോതിസുകളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യും? നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ ടെലസ്കോപ്പിലൂടെ കണ്ടവരുമുണ്ടാകും. ഈ നക്ഷത്രങ്ങൾ ശോഭിക്കാനുള്ള കാര്യം ഇതിന്റെ അകത്ത് ഒന്നുകിൽ ഹൈഡ്രജൻ ഉണ്ട്, അല്ലെങ്കിൽ ഹീലിയം. ഇതെന്ത് ചെയ്യുക? കത്തിക്കൊണ്ടിരിക്കുക. ഇത് കത്തുമ്പോൾ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ ജീവന്റെ വചനം നിങ്ങളുടെ അകത്ത് കയറി നിങ്ങൾ ജീവനുള്ള ദേഹികളായി ജ്യോതിസുകളെ പോലെ എന്ത് ചെയ്യണം? ശരിക്കും വചനം വെളിച്ചം അകത്ത് കയറിയാൽ ഒരു വാളും പുറത്തു വരില്ല. സന്തോഷമുണ്ട്. ഈ ഉപവാസത്തിൽ അങ്ങനെ ഒരു വിടുതൽ നമ്മുടെ അകത്ത് നടക്കട്ടെ. എന്റെ നാവിനകത്ത്, എന്റെ ശരീരത്തിനകത്ത്, എന്റെ ചിന്താ മണ്ഡലങ്ങൾക്കകത്ത് ദൈവതമില്ലാത്ത ഒരു വാള് പോലും പുറത്തു വരാൻ എന്റെ ദൈവമേ അങ്ങ്. ഈ വാള് പുറത്തു വന്നുള്ള കുഴപ്പമെന്ന് അറിയാമോ? ചിന്തിക്കാത്തത് ചെയ്യും. ഈ പത്രോസ് ഉറയുന്ന വാള് പുരിയ എന്തിനാന്ന് അറിയാമോ? വെട്ടാൻ തന്നെയാ. കൃത്യം കഴുത്ത് നോക്കി തന്നെയാ. പക്ഷെ കൃപയാൽ കഴുത്തെ കൊള്ളേണ്ടത് ചെവിയിൽ എന്ത് ചെയ്തു? ദൈവം നമ്മളെ പലപ്പോഴും സൂക്ഷിച്ചത് കൊണ്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ജഡം നമ്മിൽ ശക്തിപ്പെട്ടാൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്തതായിരിക്കും നമ്മൾ പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ ജഡത്തിന്റെ ശക്തി ഇന്ന് പകൽ ഉപവാസത്തിൽ തകരണം, ഈ പ്രാർത്ഥനയിൽ തകരണം. ഒരു ശരീരത്തിനകത്തും, ഒരു വ്യക്തികൾക്കകത്തും, ഒരു കുടുംബത്തിനകത്തും ഒരു ജഡത്തിന്റെ ശക്തികളും എന്ത് ചെയ്യാൻ പാടില്ല? ഉയർന്നിരിക്കാൻ പാടില്ല. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായി നമ്മൾ എന്ത് ചെയ്യണം? ഈ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് വ്യാപരിച്ചാൽ അവരുടെ അകത്തും വെളിച്ചം വ്യാപിക്കും. ഇത് പകർച്ചയാണ്. ഇത് പകരുന്ന ഒരു ഹലോ. മറ്റുള്ളവരിലേക്ക് ഈ വെളിച്ചം എന്ത് ചെയ്യണം? പകർന്നു. അടുത്ത ക്വാളിറ്റിയിലേക്ക് വേഗം മുന്നോട്ട് പോകട്ടെ. ലോകത്തിന്റെ വെളിച്ചമായി നമ്മൾ എന്ത് ചെയ്യണം? 5-ാമത്തെ പദം, കർത്താവിൽ വെളിപ്പെട്ട ഒരു സ്വഭാവ ഗുണം ദാസ്യത്വമാണ്. സെർവന്റ്ഹുഡ്, ദാസ്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളവനായി. അതിന്റെ 7-ാം വാക്യത്തിൽ ആ പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാം. അടുത്ത വാക്ക് ദാസരൂപമെടുത്തു. ഒരു ദൈവത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണം, കർത്താവിനെ പോലെ ആകുമ്പോൾ നമ്മൾ ആരായി തീരണം? ദാസനായി തീരണം. ആരാ ദാസൻ എന്ന് പറയുന്നത്? ഈ ദാസൻ എന്ന പദത്തിന്റെ ഒരർത്ഥം കീഴ്പ്പെട്ടിരിക്കുന്നവനെന്ന. ആ പദത്തിന്റെ ശക്തി മനസ്സിലാവുന്നുണ്ടോ? ബീയിങ് സബ്മിസീവ്, കീഴ്പ്പെട്ടിരിക്കുന്നു. മറ്റൊരു പദം എന്നെ ചിന്തിപ്പിച്ചത് ആജ്ഞ നിർവഹിക്കുന്നവനെന്ന. എന്ന് വെച്ചാൽ ആജ്ഞ നൽകുന്ന യജമാനൻ പറയുന്നത് ഒബേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്?
ഈ ദാസൻ എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ ദാസന് വ്യക്തിപരമായി സ്വാതന്ത്ര്യങ്ങളില്ല, വ്യക്തിപരമായി ചോയ്സ് ഇല്ല, വ്യക്തിപരമായ അഭിപ്രായങ്ങളില്ല. തന്റെ യജമാനന് വേണ്ടി യജമാന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ആഗ്രഹങ്ങളില്ലാത്ത ആരെങ്കിലും ഇന്ന് പകരം ഇവിടെ ഉണ്ടോ? തീരുമാനങ്ങളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും എന്തുണ്ട്? സ്തോത്രം. പാസ്റ്റർ ഞാൻ തീരുമാനം എടുത്തിട്ടില്ല, എടുത്തു കഴിയുമ്പോ പാസ്റ്റർ എന്ത് ചെയ്യാം? നമുക്കെല്ലാം എന്തുണ്ട്? നമുക്കെല്ലാം എന്തുണ്ട്? ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനൊരു അവസാനമില്ല, അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേ. പക്ഷെ ശരിക്കും ദാസനായാൽ നോ ചോയ്സ്. നമ്മൾ പാടുന്ന ഒരു പാട്ട് ഐ ഹാവ് ഡിസൈഡഡ്, ചുമ്മാതല്ലേ? നമുക്ക് ചോയ്സ് ഉണ്ടോ? നമുക്ക് ആഗ്രഹങ്ങളുണ്ടോ? അതോ കർത്താവ് പറയുന്നത് പൂർണ്ണമായി അനുസരിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയാനുള്ള മനസ്സുണ്ടോ? ശിഷ്യനാകണമെങ്കിൽ ദാസനാകണം. ദാസന്റെ പ്രത്യേകത അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോണം, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ആജ്ഞ അനുസരിക്കുന്ന വ്യക്തിയാണ്. ശരിക്കും ദാസ്യത്വം ഒരു വ്യക്തിയിൽ വെളിപ്പെട്ട നമുക്ക് ചോയ്സ് ഇല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആരാ? യജമാനൻ. അങ്ങനെയെങ്കിൽ ആരാ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ. അങ്ങനെ സബ്മിസീവായി ഏൽപ്പിച്ചു കൊടുക്കാൻ, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ തീരുമാനങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയാൻ തന്റെ ഇടപെടൽ എത്ര പേരുണ്ട്? സൂക്ഷിച്ച് സ്വത്രം പറയണേ. ഇതിനെല്ലാം നമ്മുടെ കടക്ക് പറയേണ്ടവരാണ്. നമ്മൾ സൂക്ഷിച്ച് സ്വത്രം പറയണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദൈവം നോ പറഞ്ഞാൽ നോയും, യെസ് പറഞ്ഞാൽ യെസ്സും ആണെന്ന്, അത് എന്റെ തീരുമാനമാണെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? സ്തോത്രം. ദാസൻ ഐഡന്റിറ്റി ഇല്ല. ദാസൻ യജമാനന്റെ കെയർ ഓഫിൽ അറിയപ്പെടുന്നത്. പഴയ കാലത്തെ ആ അനുഭവങ്ങളിൽ നിന്നാണ് പൗലോസ് എഴുതുന്നത്. ഒരു ദാസന് കുടുംബപ്പേരില്ല, ഒരു ദാസന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒരു ദാസൻ യജമാനന്റെ അടിമയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശിഷ്യത്വം എന്നുള്ളത് ഒരു വലിയൊരു സാക്രിഫൈസ് അല്ലേ? അതൊരു വലിയ സമർപ്പണമല്ലേ? കഴിഞ്ഞ 2 ദിവസം നല്ലപോലെ സ്തോത്രം പറഞ്ഞവരാണ് എന്റെ മുമ്പിൽ. പക്ഷെ അന്തരീക്ഷമൊക്കെ മാറി. ഇതൊരു സാക്രിഫൈസ് ആണ്, ഇതൊരു വേദനയാണ്, ഇതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്. പക്ഷെ ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം, കർത്താവിന്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്താൽ അതൊരു വലിയ ഭാഗ്യം. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന, അമേരിക്കയിൽ നിന്ന് ഡെലിവറിക്ക് വേണ്ടി വന്ന ഒരു സഹോദരി, കുഞ്ഞിനെ ഡെലിവറി ചെയ്യാൻ വന്ന ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ യോഗം കഴിഞ്ഞിട്ട് അടുത്ത് പോയി. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 മാസത്തോളം പ്രഗ്നന്റ്, അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ മാസം വന്നേ യാത്ര ചെയ്ത് വന്ന്. അപ്പം അവിടെയൊക്കെ ഈ ഫീറ്റസ് നിർണ്ണയിക്കും. നേരത്തെ എന്ത് ചെയ്യും? പറയും ആണാണോ പെണ്ണാണോ. അപ്പം ഈ സഹോദരി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇതൊരു ആൺകുഞ്ഞാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞിനെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സ്തോത്രം. ഒരു അമ്മയുടെ ന്യായമായ എന്റെ കൂടെ ഉണ്ടോ? ചിരിക്കുന്നുണ്ട്. നമുക്കൊന്നും ആഗ്രഹമില്ലാത്തവരെ. ആ കുഞ്ഞിന്റെ മോഹം കണ്ടില്ല, ജനിച്ചില്ല, പക്ഷെ അമ്മയുടെ ആഗ്രഹം എന്താ? ഈ കുഞ്ഞിനെ ഡോക്ടർ ആക്കണം. അപ്പം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് ഈ കുഞ്ഞ് ആരാകും? നിങ്ങളെന്നെ അത്ര കുറച്ച് കാണുന്നു, വിശ്വാസമില്ലേ? ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായി കുഞ്ഞ് ഡോക്ടറാവും. എനിക്ക് നല്ല വിശ്വാസം. പക്ഷെ ഒരു പ്രശ്നം,
ദൈവം ഒരുക്കിയത് അതിലും വലുതാണെങ്കിൽ അത് പോകും. മനസ്സിലായില്ല? കൂടെ പറയാം, ദൈവം ഒരുക്കുന്നത് എപ്പോഴും ഉന്നതം. ചിലപ്പോ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച ദൈവം അത് തന്നെ, പക്ഷെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്താൽ ദൈവമാ പിന്നെ കൊണ്ടുപോകാൻ പോകുന്നത്, ദൈവമാ പിന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്, ദൈവമാ വഴി നടത്താൻ പോകുന്നത്, പിന്നെ ഭാവിയുടെ അളവ് നിശ്ചയിക്കാൻ പോകുന്ന ആരാ? സ്തോത്രം. എന്നിട്ട് ഞാൻ സഹോദരിയോട് ചോദിച്ചു, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സഹോദരിക്ക് ദൂത് മനസ്സിലായി. പാസ്റ്റ് ഇഷ്ടമുള്ള പോലെ എനിക്ക്, ഞാൻ എന്തൊന്നും പറഞ്ഞിട്ടില്ല, അവസാനം പറഞ്ഞ വാക്കം പാസ്റ്റ് ഇഷ്ടമുള്ള പോലെ വാസം ചെയ്തു. കർത്താവേ, എങ്ങനെ കുഞ്ഞിനെ ആക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ നിലവാരത്തിൽ ദൈവം ചെയ്യണം. ഇതാ ദാസനാണ്. നമ്മുടെ ചോയ്സ് എന്തുവാ? കുഞ്ഞിനെ ആരാക്കണം? പക്ഷെ ദൈവത്തിന്റെ ചോയ്സിന് വിട്ടുകൊടുക്കുക എന്നുള്ള പ്രക്രിയയാണ് സർവന്റ്. ഇന്ന് രാവിലെ എത്ര പേർക്ക് സമർപ്പിക്കട്ടെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ സെലക്ഷൻ തെറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ദൈവം ഒരുക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും ഗ്രേഡ് കുറഞ്ഞതായിരിക്കും എന്നൊരു ചിന്തയുണ്ടോ? ഏറ്റവും ഉന്നതമായി എത്ര പേർക്ക് ഇന്ന് പോയാൽ പ്രാർത്ഥിക്കാം? ദാസന് ഐഡന്റിറ്റി ഇല്ല, ദാസന് വ്യക്തിപരമായ അഭിപ്രായം, ഒരാജ്ഞ നിർവാഹകൻ മാത്രമാണ്. ഒരു ദാസനായി നമ്മൾ തീരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ചാണ്. ആറാമത്തെ ക്വാളിറ്റി, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 33 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 33 മുതൽ ഉള്ള വാക്യം. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആറാമത് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ക്വാളിറ്റി ക്ഷമിക്കാനുള്ള ഒരു മനസ്സാണ്. The mind to forgive us. ക്ഷമിക്കാനുള്ള മനസ്സ്. നമ്മൾ ഇതുവരെ ചിന്തിച്ച വാക്കുകൾ ഒന്ന് ചിന്തിച്ചു വന്ന ഒന്നാമത്തെ പദം എന്തായിരുന്നു? വെരി ഗുഡ്, സൗമ്യം. നിങ്ങളുടെ കൂടെ ഉണ്ട്. രണ്ടാമത്തെ പദം താഴ്മ. വെരി ഗുഡ്. മൂന്നാമത്തെ പദം സ്നേഹം. നാലാമത്തെ പദം വെളിച്ചം. അഞ്ചാമത്തെ പദം വെരി ഗുഡ്, ദാസ്യം. നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആറാമത്തെ പദം ക്ഷമിക്കാനുള്ള മനസ്സ്. ഇത് നമ്മളെ പഠിപ്പിച്ചതാരാ? നമ്മുടെ കർത്താവ് തന്നെ. എന്റെ അഭിപ്രായത്തിൽ കർത്താവ് കേട്ടതുപോലൊരു ആക്ഷേപം നമ്മൾ ആരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ അപമാനിക്കപ്പെട്ടൊരു വ്യക്തി, ഇതുപോലെ കളിയാക്കപ്പെട്ടൊരു വ്യക്തി ലോകത്ത് വേറെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഈ ഫിലിപ്പിന്റെ കൈസരിയിൽ ഒരിക്കൽ ശിഷ്യന്മാരുടെ കർത്താവ് ചോദിച്ചു, നാട്ടുകാരെ എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നെ കുറിച്ചുള്ള അഭിപ്രായം. ചിലര് പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണ്, ചിലര് പറഞ്ഞു പ്രവാചകനാണ്, പിന്നെ പറയാൻ കൊള്ളാത്ത അഭിപ്രായങ്ങൾ. ഹലോ, ഇതിനിടയ്ക്ക് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നാട്ടുകാർ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അവിടെ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതൊരു വെളിപ്പാട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവ് ആക്ഷേപങ്ങൾ കേട്ടപ്പോഴും ഇതൊന്ന് തെളിയിക്കാൻ കർത്താവ് പോയി. നമ്മളെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചിലരെ ദൈവം അല്ലാതെ എല്ലാരും പാസ്റ്ററുടെ മെസ്സേജ് കൊള്ളാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഗുണം? അതിനകത്ത് ഒരാളെ ദൈവം കൂടെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ അവരാ നമ്മുടെ അനുഗ്രഹം. പണ്ട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആദ്യ സമയങ്ങളിൽ
ഞങ്ങളിങ്ങനെ വചനം പഠിപ്പിച്ചു വന്ന ഒരു ദൈവദാസൻ പല പ്രാക്ടിക്കൽ കാര്യങ്ങളും പഠിപ്പിച്ച കൂട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, MD ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും ബൈബിളൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചു, നമ്മളൊരു സംഭവമാണ്. എല്ലാവരോടോ ലോകത്തെ കീഴടക്കി എന്നുള്ള നിലയിലാണ് ഒരു സഭയിലേക്ക് നമ്മൾ എത്തിയിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഓർത്തോണം, 2 ഗോലിയാത്തുമാരെ ദൈവം അവിടെ വെക്കും. കൂടെ ഉണ്ടോ? ഈ ഗോലിയാത്തിനെ കാണുമ്പോൾ നമുക്കൊരു ആവേശം എറിയാനും വീഴ്ത്താനുമുള്ള നമ്മൾ പഠിച്ച തിയോളജി, നമ്മൾ പഠിച്ച എസ്കറ്റോളജി, ഹലോ എന്റെ കൂടെ ഉണ്ടോ? നമ്മൾ പഠിച്ച സകല ഓളജികൾ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. പക്ഷെ ഓളജികൾ എത്ര ഉപയോഗിച്ചാൽ ഇവർ ഒതുങ്ങത്തില്ല. 2 പേരെ ദൈവം അതിനകത്ത് സന്തോഷമില്ലെന്ന് എനിക്ക് ചിലതിനെ ഓഫീസിനകത്ത് ദൈവം വെക്കും, ഒത്തില്ലെങ്കിൽ വീട്ടിനകത്തെങ്കിലും. പക്ഷെ എപ്പോഴും ഓർത്തോണം, അവരാ നമ്മുടെ അനുഗ്രഹം. എന്ന് വെച്ചാൽ നാളെ പാസ്റ്റർ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വിമർശിക്കാമെന്ന് എന്ത് ചെയ്യരുത്. അത് ലൈസൻസ് അല്ല. ഓർമ്മ പാസ്റ്റർ പറയാൻ കുഴപ്പമില്ല, കുറച്ചു പേരെങ്കിലും സഭയ്ക്കകത്ത്, അപ്പൊ ഞാൻ അതിലൊരാളാകാമെന്ന്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ചിലരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മുള്ളായി ദൈവം. എന്നിട്ട് അധ്യാപകൻ ഞങ്ങളെ പഠിപ്പിക്കുക, ഇവിടെ ഒരു തിയോളജിയും വിജയിക്കരുത്. നമ്മൾ ഒത്തുവാക്യവും കുത്തുവാക്യവും ഇടും, പക്ഷേ ഒരു കാര്യവും അന്ന് തിരിച്ചറിഞ്ഞോണം, ഇവർ ഒതുങ്ങത്തില്ല. ഒതുങ്ങണമെങ്കിൽ ഒറ്റ മാർഗം മുട്ടേറിക്കണം. നമ്മൾ പഠിച്ച ഒരു ഓളജി ഇവരുടെ അടുത്ത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ചിലപ്പോ വീട്ടിനകത്ത്, ചിലപ്പോ നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസിൽ ചില ഗോലിയാത്തുമാരെ ദൈവം അവരുടെ മുഖമൊക്കെ ഒന്ന് മനസ്സിൽ വന്നേ, അവരെ ഓർത്തൊരു സ്വതന്ത്രം ചെയ്തു. ഒന്ന് ചെയ്തേ നമ്മളെ മുറിപ്പിച്ച, നമ്മളെ ശരിക്കും വിഷമിപ്പിച്ച അവരെയൊക്കെ ഒന്ന്, അവരാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിടുതൽ. അവരെ ഒതുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. അവിടെ വീണ് കിടന്ന ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് ബലമില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഞാൻ പറയുന്ന ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവര് നമ്മുടെ അനുഗ്രഹമാണെന്നേ. ഒരു ദൈവദാസൻ തന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, നമ്മളെ ഈ പണ്ടൊക്കെ കല്ലേല അലക്കുന്നത് ഓർമ്മയുണ്ടോ? പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഇന്നത്തെ തലമുറയ്ക്ക് അതറിയില്ല. കല്ലേല എന്ത് ചെയ്യുന്നത്? അടിച്ചലക്കുന്നത്. അപ്പൊ ഈ ചില കല്ലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെക്കും കേട്ടോ. അതിനേരാണ് നമ്മളെ അടിക്കുന്നത്. അടിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? വാഷിംഗ് മെഷീനിൽ കഴുകുന്നതിനേക്കാൾ തെളിഞ്ഞു. ഏതാ നല്ലത്? മെഷീനിൽ അലക്കുന്നതാണോ കല്ല് അലക്കുന്നതാണോ? പറഞ്ഞേ, നിങ്ങളെ കൂടെ വന്നേ. എന്തിനാ അലക്കുന്നതെന്ന് അറിയാമോ? തെളിഞ്ഞു വരാൻ, ശുദ്ധി പ്രാപിക്കാൻ. സ്വതന്ത്രം. ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഇഷ്ടമാണോ? നമ്മൾ തെളിഞ്ഞു വരാൻ, നമ്മൾ ശുദ്ധിയുള്ളവരാണ്, നമ്മൾ വിശുദ്ധരായി തീരാൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. ദൈവം ചിലതിന്റെ വാളിന് മൂർച്ച കൊണ്ടു. അവിടെ ഓർത്തോണം, വീണ് കിടന്ന് കരയണം, ദൈവത്തോട് നിലവിളിക്കണം. ഇതിന്റെ അകത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠമാണ്. കർത്താവേ, അവരോട് ക്ഷമിക്കണമെന്ന് പറയാനുള്ള മനസ്സ് കർത്താവ് നമുക്ക് കാണിച്ചു. സ്വതന്ത്രം. ഈ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ഗലീല കടൽക്കരയിൽ മീൻ പിടിക്കാൻ പോയ പത്രോസിനെ തേടി കർത്താവ് ചെയ്തു. ഏറ്റവും കൂടെ പിന്മാറ്റത്തിൽ പോയ ആളാണ് പത്രോസ്. താക്കോൽ കൊടുത്ത ആളാണ്, പക്ഷെ പിന്മാറ്റത്തിൽ. ഈ ഒരു സഹോദരി വന്ന് ചോദിച്ചു, നീയും ആ കൂട്ടത്തിൽ ഉള്ളവൻ അല്ലയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയത്തോലും ഇല്ലെന്ന് പറഞ്ഞു. മുടി പിച്ചി പറിച്ച് പ്രാഗി, ഇനി പറയാനൊന്നും. സ്വതന്ത്രം. ഇപ്പൊ രണ്ടാമത് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച കൺവെൻഷന് കണ്ടതാണല്ലോ. പറഞ്ഞു, അങ്ങനെ ഒരാളെ ഞാൻ അറിയത്ത് പോലും. നിങ്ങളത് ശ്രദ്ധിച്ചേ. ആ ആളെ നേടിയ കർത്താവ് ഗലീല കടൽക്കര വന്നു. ആ പിന്മാറ്റക്കാരനെ തേടിയാണ്
കർത്താവ് എന്ത് ചെയ്തത്? ഈ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ പത്രോസിന്റെ ഭാവം മാറി. ചോദിച്ച ഒരു ചോദ്യം, ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ കർത്താവിന്റെ മനസ്സ് എപ്പോഴും ക്ഷമിക്കാനുള്ളൊരു മനസ്സാണ്. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? കർത്താവിന്റെ മറുപടി എന്താ? 7 അല്ല. ഇയാളെ പറയാൻ ബുദ്ധിമുട്ടാണ്. പാസ്റ്ററിനെ പറഞ്ഞു നോക്കുമെന്നാണ്. 7 അല്ല, 70 വേണ്ട, 7 പറ്റും. ആരും വേണ്ടുന്നില്ല. ഞാൻ ചോദിക്കുന്ന 70 വിട്ടേ, അറ്റ്ലീസ്റ്റ് 7 കർത്താവിന്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് അതിനുള്ള ഒരു മനസ്സ് തരണം. അത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം. കർത്താവേ, എനിക്ക് അതിനുള്ള കൃപ തരണം. ആ നിലവാരത്തിൽ ചിന്തിക്കാനുള്ള ആ ഒരു ആലോചന ശക്തി എനിക്ക് തരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യം. ക്ഷമിക്കാനല്ലോ. വളരെ ഗൗരവമായ ഒരു വാക്യാണ് അവിടെ രേഖപ്പെടുന്നത്. നമ്മൾ ക്ഷമിച്ചില്ല, ദൈവം നമ്മളോട് എന്ത് ചെയ്യത്തില്ല. ദൈവം നമ്മളോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. പക്ഷെ ആദ്യത്തേതോ? അത് പറ്റുമോ? ഞാൻ ഇന്ന് എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയാൻ ധൈര്യമുള്ള സമയം തരാൻ മതി. ഇന്ന് വരെ ഉള്ളതെല്ലാം ഞാൻ ഇത് ഈസി പ്രോസസ് അല്ല. പക്ഷേ വളരെ ഗൗരവമായി എന്നെ ഭയപ്പെടുത്തിയ വാക്യം, നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. ഇത് ഗൗരവമല്ലേ? ഇത് രണ്ടും ഒരുമിച്ച് പോകണം. ഒരു കാര്യം ദൈവത്തോട് പറയാം, ക്ഷമിക്കാനുള്ള മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ ഉയർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വേഗം മുന്നോട്ട് പോകട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 1 അതിനുമായി ചേർന്ന് ഒരു വാക്യം കൂടെ നിങ്ങൾ ഓർപ്പിക്കണം. 1-ാം അധ്യായം 9-ാം വാക്യം ശ്രദ്ധിച്ച്. The book of 1 John chapter 1 verse 9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട്. നമ്മെ സ്വർഗ്ഗം കഴിയും. നമ്മെ അവൻ ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. സ്തോത്രം. കർത്താവിനെ പോലെ ആകുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. 7-ാമത്തെ ഒരു പദം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചത്. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. അവൻ പുരുഷാരത്തിന്റെ ഇടയിലല്ലാത്ത ആടുകളെ പോലെ കുഴിഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. ഈ കർത്താവിന്റെ 7-ാമത്തെ ഒരു ക്വാളിറ്റി മനസ്സലിഞ്ഞു. കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കർത്താവിന് എന്തുണ്ടായിരുന്നു? 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നു. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. 1 പത്രോസ് ലേഖനം 1 Peter 3-ാം അധ്യായം 8-9 വാക്യം. ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. നമ്മളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഐക്യമത്യം ഉണ്ടാകണം. നമുക്ക് എന്തുണ്ടാകണം? ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു ബലം ഐക്യത. 2-ാമത്തെ പദം നമുക്ക് എന്തുണ്ടാകണം? സഹത. 3-ാമത്തെ പദം സഹോദരപ്രീതി. 4-ാമത്തെ പദം മനസ്സലിവ്. 5-ാമത്തെ പദം വിനയമുള്ളവരായി തീരണം. ഇതിനെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു പദമാണ് മനസ്സലിവ്. അത് ഹൃദയത്തിൽ വ്യാപരിക്കേണ്ട ഒരു പ്രക്രിയ അല്ലേ? ഒരു വാക്യം പെട്ടെന്ന് വായിച്ച്. എബ്രായ ലേഖനം
13-ാം അധ്യായം 16-ാം വാക്യം ശ്രദ്ധിച്ച്. എബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 13, 13-ാം അധ്യായം 16-ാം വാക്യം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. മനസ്സലിവുള്ള യാഗത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു മനസ്സലിവുള്ള നല്ലൊരു ഹൃദയം നമുക്ക് ഉണ്ടാകും. ഒരു വാക്യം, സദൃശ്യവാക്യം, പ്രോവർബ്സ് 19-ാം അധ്യായം 17-ാം വാക്യം. 19-ാം അധ്യായം 17-ാം വാക്യം. എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് എന്ത് കൊടുക്കുന്നു? നമ്മൾ ലോൺ എടുക്കുന്നവരല്ലേ, പലരും ലോൺ എടുത്തിട്ടുണ്ട്. ഇനി ലോൺ എടുത്തില്ലെങ്കിൽ കടം മേടിച്ചിട്ടുണ്ട്, അല്ലേ? ഇല്ലാത്ത ആരുമില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോ ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരോട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എളിയവനോട് കൃപ കാട്ടുന്നത് എന്ത് ചെയ്യുക? യഹോവയ്ക്ക് എന്ത് ചെയ്യുക? അടുത്ത വാക്ക്, അവൻ ചെയ്ത നന്മയ്ക്ക് നമ്മൾ ദൈവത്തിന് എന്ത് കൊടുക്കുക? പറഞ്ഞു. എന്താ വായ്പ? എളിയവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനം, അത് ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കുന്ന മനസ്സലിവുള്ള ഒരു നല്ല ഹൃദയം നമുക്കുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, പ്രാർത്ഥിപ്പാൻ, അവരെ സ്നേഹിപ്പാൻ, അവരോട് കരുണ കാണിപ്പാനുള്ള ഒരു മനസ്സ് നമുക്ക്. ഈ 3 ദിവസം കർത്താവ് വചനം പറഞ്ഞ് ജനത്തെ മടക്കി അയക്കണമെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മനസ്സലി. ഈ ജനത്തോട് മനസ്സലി. കാരണം ഇവരെ ഇങ്ങനെ വിട്ടാൽ ഇവർ വഴിയിൽ തളർന്നു പോകും. അവിടെ കർത്താവ് പറയാ, നിങ്ങളുടെ മക്കൾ എന്തുണ്ട്? 5 അപ്പവും 2 മീനും അല്ല ഞങ്ങളുടെ കയ്യില്. കർത്താവ് പറഞ്ഞവരെ പന്നിക്കരുത്. കാരണം അവരുടെ ആവശ്യം എന്താണെന്ന് കർത്താവിന്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ നമ്മുടെ പരിമിതിയിൽ നിന്ന് നമ്മൾ അവരോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. ആ കരുണ കാണിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് വായ്പ കൊടുക്കും. ഇതെല്ലാം എഴുതിയിട്ട് ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് കൊടുക്കുന്നതിൽ, മറ്റുള്ളവരെ എളിയവരെ ആദരിക്കുന്നതിൽ മുഖ്യ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാധാരണ വ്യക്തി ചർച്ച വന്നാൽ ഒന്ന് ചേർന്ന് കൈ കൊടുക്കണം. ഒരു വാക്കെങ്കിലും നല്ല വാക്ക്. അങ്ങനെയുള്ള ഒരു മനസ്സ് ഈ ദിവസത്തിൽ നമ്മള് 7 വാക്കുകൾ ഒന്ന് ക്രോഡീകരിക്കാൻ പോകും. 1-ാമത്തെ പദം സൗമ്യം, വെരി ഗുഡ്. 2-ാമത്തെ പദം കൂടെ ഉണ്ട്. 3-ാമത്തെ പദം സ്നേഹം. 4-ാമത്തെ പദം വെളിച്ചം. 5-ാമത്തെ പദം ക്ഷമ, ദാസ്യം, വെരി ഗുഡ്. 6-ാമത്തെ പദം ക്ഷമിക്കാനുള്ള മനസ്സ്. 7-ാമത്തെ പദം മനസ്സലിവ്. പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ. അപ്പൊ പൗലോസ് ഇത് തെളിയിച്ചിട്ട് അഭിമാനത്തോടെ പറയുന്നത്, ഐ ആം an imitator of Christ. ഇല്ലെങ്കിൽ കൊരിന്ത് സഭയിലുള്ള ആരെങ്കിലും ചാടി പറയും, അച്ഛൻ പറയുന്നത് തെറ്റാണ്. ഇത് പറയാൻ ഒരു ഡിസ്പ്യൂട്ട് ചെയ്യാൻ ഒരു വകുപ്പില്ല. ജീവിതം കൊണ്ട് ഇത് തെളിയിച്ചു. ഞാൻ ആരെ അനുകരിക്കുക? പ്രിയരെ, കർത്താവിനെ അനുകരിക്കുന്നവരായി നമ്മൾ. എന്താ അതിന്റെ ഗുണമെന്നറിയാമോ? കർത്താവിനെ പോലെ നമ്മളായി തീർന്നാൽ, ഞാൻ ആദ്യ ദിവസം വായിച്ച വാക്യം ഓർക്കുന്നുണ്ടോ? അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന്. യഥാർത്ഥ ക്രിസ്ത്യാനി ആകുന്നത് എപ്പോഴാണ്? ചർച്ച വരുമ്പോഴാണ്, കർത്തൃമേശ എടുക്കുമ്പോഴാണ്, എന്റെ കൂടെ ഉണ്ടോ? മെമ്പർഷിപ്പ് എടുക്കുമ്പോഴല്ല, ക്രിസ്മസിന് വരുമ്പോഴല്ല, ഈസ്റ്റർ കൊണ്ടാടുന്നതല്ല, യേശുവിനെ അനുകരിക്കുന്നവരാണ്. അവിടെ വെച്ച് ലോകം നമ്മളെ വിളിക്കുന്ന ഒരു പേരാണ് ഹീസ് എ ക്രിസ്ത്യൻ. അവരൊരു ക്രിസ്ത്യാനിയാണ്. ആ പദവിക്ക് യോഗ്യരായി എന്നെ തീർക്കണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം
ദൈവസന്നിധിയിൽ അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ നിലകളിൽ ഈ ദിവസങ്ങളിൽ വളരാനുള്ള ഒരാത്മീയ കൃപ ഞങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ പകരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കണ്ണുകൾ അടച്ച് വ്യക്തിപരമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ അതിനായി ഒന്ന് ഒരുക്കണമേ. ആ ക്രിസ്ത്യാനിത്തിന്റെ എസൻസ്, അതിന്റെ സത്ത ഉൾക്കൊള്ളുന്നവരായി ഈ തലമുറയെ ഞങ്ങളെ തീർക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരായി ഞങ്ങളെ തീർക്കണം. മാതൃകയുള്ളവരായി ഞങ്ങളെ തീർക്കണം. അങ്ങനെ അനുകരിക്കുന്നവരായി ഞങ്ങളെ തീർക്കണം. കർത്താവേ, അതിന്റെ തടസ്സമായുള്ള എല്ലാ മേഖലകളെയും ആത്മാവിൽ ജയിച്ച് കർത്താവേ, അതിനെ ആത്മാവിൽ കരുത്തുള്ളവരായി മാറികടന്ന് അങ്ങയെ പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വഭാവത്തെ, ഞങ്ങളുടെ ചിന്തകളെ, വാക്കുകളെ, ജീവിത അനുഭവങ്ങളെ ഒക്കെ ആ നിലകളിൽ രൂപപ്പെടുത്തി എടുക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിന് മുൻപിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനം ഈ സഭയ്ക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. ശിഷ്യരാക്കി ദൈവം നമ്മെ തീർക്കട്ടെ. ക്രിസ്ത്യാനികളായി ദൈവം നമ്മെ മാറ്റട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി നമ്മെ എല്ലാവരെയും ഈ തലമുറയിൽ ദൈവം നിർത്തുമാറാകട്ടെ. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. വചനത്തിന് മുൻപിൽ സമർപ്പിക്കാം. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. Praise God. Thank you, Jesus. നന്ദി കർത്താവേ.